सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णो रक्षतु मां चराचरगुरुं कृष्णं नमस्ये सदा। कृष्णेनैव सुरक्षितोऽहमसकृत् कृष्णाय दत्तं मनः। कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं। कृष्णे भक्तिरजञ्जलास्तु भगवन् हे कृष्ण तुभ्यं नमः। सर्वत्र गोविन्दनाम सङ्कीर्तनं ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഗുരുജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഗ്രാമത്തിൻ്റെ യശസ്സായി ശോഭിക്കുന്നതായ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്നൊരു വളരെ ശ്രേഷ്ഠമായ ചടങ്ങ് നടക്കുകയാണ്. ഭഗവാന്റെ ശരീരമാണ് ഈ കാണുന്നതായ ഭൗതികമായ സൗകര്യങ്ങളെല്ലാം തന്നെ. ഭഗവാന്റെ ശിരസ്സാണ് ഗർഭഗൃഹം ശ്രീകോവിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ശരീരം പോലെ കിടക്കുന്നതാണ് ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്നത്. അതിനകത്തുള്ളതായ മനുഷ്യ ശരീരത്തിനകത്തുള്ളതായ ജീവൻ ഏത് രീതിയിലാണോ അതേപോലെയാണ് ക്ഷേത്രത്തിനകത്തെ വിഗ്രഹം ചൈതന്യം എന്ന് പറയുന്നത്. ആ വിഗ്രഹത്തെ നിതരാം എപ്പോഴും ചൈതന്യവത്താക്കി തീർക്കുന്ന മേൽശാന്തിയുടെ സാന്നിധ്യം എവിടെയുണ്ട്, തന്ത്രീശ്വരന്മാരുടെ അനുഗ്രഹം എവിടെയുണ്ട്. ആ ഭഗവത് സ്വരൂപത്തെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര സമുച്ചയം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. വളരെ മനോഹരമായി പരിപാലിക്കുന്ന, വളരെ ശാന്തമായ, പ്രാർത്ഥിക്കുവാൻ അനുയോജ്യമായ, വളരെ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം ഭാരവാഹികളൊക്കെയാണ് ഇവിടെയുള്ളത്. എല്ലാ നാട്ടുകാരും സഹകരിച്ച് താമസം വിന ഈ ക്ഷേത്രത്തിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം ഭംഗിയായിട്ട് സമർപ്പിക്കുകയും അതിനുശേഷം ഇവിടെ നവീകരണ കലശാദികളൊക്കെ നടക്കുകയും ചെയ്യട്ടെ എന്ന് വളരെ സന്തോഷത്തോടു കൂടി, ഭക്തിയോടു കൂടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇതിന് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് വന്നതാണ്. അവിടെ ഇന്ന് കുചേല ദിനം കൂടിയാണ്. അവിടെ ഇന്ന് ഭഗവാന്റെ സൗഹാർദ്ദത്തിൻ്റെ കഥയായ കുചേലൻ്റെ കഥ പറയുന്ന ദിവസമാണ്. ആ കുചേലൻ ഭഗവാന് അവിൽക്കിഴിയുമായിട്ട് പോയി. ദാരിദ്ര്യം വേണ്ടുവോളം ഉണ്ടെങ്കിലും ഭഗവാന് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയിട്ട് ഒരു അവിൽക്കിഴി ഭഗവാന് കൊടുത്തു, ഭഗവാന് സമർപ്പിച്ചു. മറ്റൊന്നും ചോദിച്ചില്ല. ഭഗവാൻ എല്ലാ ഐശ്വര്യവും ആ കുചേലന് നൽകിയതുപോലെ ഇവിടെ ഞാനും വന്നിരിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു ചെറിയ അവിൽക്കിഴിയുമായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു സഹായം ഈ ക്ഷേത്ര ഭാരവാഹികളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു അവിൽക്കിഴി പോലെ ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വീകരിച്ച് ഈ ക്ഷേത്രത്തിന് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ധനസമാഹരണ യജ്ഞം ഒരു അവിൽപ്പൊതി പോലെ കഴിയാവുന്നൊരു ചെറിയ തുക നൽകിയിട്ട് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. ഹരിയോ നാരായണ.